നമസ്കാരം. കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ലോകം. അമ്മയും പെങ്ങളെയും തിരിച്ചറിയില്ലേടാ എന്ന് നമ്മൾ രോഷത്തോടെ സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പ്രയോഗിക്കാറുണ്ട്. ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങൾ കണ്ടാൽ അത് ഈ പറഞ്ഞതുപോലെയാണല്ലോ എന്ന് തോന്നിപ്പോകും. വർക്കലയിൽ സ്വന്തം അമ്മായിയമ്മയാണ് മരുമകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സുഖമില്ലാതെ വീട്ടിൽ കിടന്നിറങ്ങുമ്പോഴായിരുന്നു ഈ അതിക്രമം എന്നോർക്കണം. ഇനി അരീക്കോട് സ്വന്തം മക്കളെ ഇരുമ്പ് ചൂടാക്കി പൊള്ളിക്കുന്ന ഒരു അച്ഛനെയും കാണാൻ സാധിച്ചു. നാട്ടുകാരാണ് ക്രൂരതയുടെ വിവരം പോലീസിനെ അറിയിക്കുന്നത്. ഈ വാർത്തകളിലേക്കാണ് പോലീസ് ഫോട്ടോകൾ ആദ്യം കിടക്കുന്നത്. സ്വാഗതം. തിരുവനന്തപുരം വർക്കലയിൽ ഭാര്യ മാതാവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മരുമകൻ അറസ്റ്റിലായി. പീഡന ശ്രമത്തിനിടെ മാതാവ് ഓടി രക്ഷപ്പെടുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. തിരുവനന്തപുരം വർക്കലയിൽ ഭാര്യാമാതാവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മരുമകൻ അറസ്റ്റിലായി. പീഡന ശ്രമത്തിനിടെ മാതാവ് ഓടി രക്ഷപ്പെടുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഇക്കഴിഞ്ഞ 18-ാം തീയതിയായിരുന്നു സംഭവം. സുഖമില്ലാതെ വീട്ടിൽ കിടന്നുറങ്ങിയ അമ്മായിയമ്മയെയാണ് മരുമകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഭാര്യ വീട്ടിലില്ലാത്ത സമയം നോക്കി രാത്രി വീട്ടിലെത്തിയ പ്രതി കട്ടിലിൽ കിടന്നുറങ്ങിയിരുന്ന വയോധികയായ അമ്മായിയമ്മയെ ബലം പ്രയോഗിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുതറിമാറിയ വയോധിക നിലവിളിച്ച് വീടിന് പുറത്തേക്കിറങ്ങി ഓടി. തുടർന്ന് വർക്കല പോലീസിൽ പരാതി നൽകി. ഒളിവിലായിരുന്ന പ്രതിയെ വർക്കല പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിലായി. കൊല്ലം സ്വദേശി ഷംനാദ്, ഇർഷാദ് എന്നിവരാണ് പിടിയിലായത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ASI സന്തോഷ് കുമാറിനെയാണ് ഇടിച്ചു തെറിപ്പിച്ചത്. പുലർച്ചെ 2:30-യോടെ കലൂർ ശാസ്ത റോഡിന് വെച്ചാണ് പോലീസുകാരനെ കാറടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. വാഹന പരിശോധന നടക്കുന്നതിനിടെ കടന്നുവന്ന കാർ നിർത്താൻ പോലീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ കാർ വേഗത കൂട്ടി പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിച്ചിട്ട് ബോണറ്റിൽ വീണ സന്തോഷ് കുമാറിനെയും കൊണ്ട് കാർ 20 മീറ്ററോളം മുന്നോട്ടു പോയി. റോഡിലേക്ക് ASI തെറിച്ചു വീണു. സന്തോഷിന്റെ കാലുകൾക്കും തലയ്ക്കും പരിക്കേറ്റു. തുടയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലത്ത് നിന്ന് പ്രതികളെ പിടികൂടിയത്. കൊല്ലത്ത് നിന്നും കൊച്ചിയിൽ പഠിക്കാനെത്തിയ ഷംനാദ്, ഇർഷാദ് എന്നിവരാണ് പിടിയിലായത്. സന്തോഷിനെ ഇടിച്ചിട്ട കാറും കണ്ടെത്തി. 100ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചു. അതിൽ നിന്ന് ലഭിച്ച ക്ലൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രതികളെ കണ്ടെത്താൻ സാധിച്ചത്. കൊല്ലം കുണ്ട്ര ഭാഗത്ത് പ്രതികളുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കി SI ഗ്ലാഡ്വിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വാഹനവും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വാഹനം ഉൾപ്പെടെയാണ് ഇപ്പോൾ നമ്മൾ സീസ് ചെയ്തിരിക്കുന്നത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്ത് ഏത് സാഹചര്യത്തിലാണ് പോലീസിനെതിരെ ഈ ഒരു അക്രമ പ്രവർത്തനം ഇവർ നടത്തിയെന്നുള്ളത് കൂടുതലായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. ASI പ്രമോദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ്, CPO മണികണ്ഠൻ എന്നിവരും സന്തോഷിനോടൊപ്പം സംഭവ സമയത്തുണ്ടായിരുന്നു. കൊച്ചിയിൽ മയക്കുമരുന്ന് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ച അച്ഛനും രണ്ടാനമ്മയും റിമാൻഡിൽ. ബീഹാർ സ്വദേശി രാജേഷ് ശർമ്മയും ഭാര്യ ഷീലാകുമാരിയുമാണ് പ്രതികൾ. പ്രദേശവാസിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അരീക്കോട് പോലീസ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.
അരീക്കോട് കാവനൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ശാരീരിക പീഡനത്തിന് ഇരയാക്കിയ ഇതര സംസ്ഥാനക്കാരായ ദമ്പതികളെ അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത 3 പെൺമക്കളെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ച കുറ്റത്തിനാണ് അറസ്റ്റ്. ബീഹാർ സ്വദേശി രാജേഷ് ശർമ്മ, ഇയാളുടെ 2ാം ഭാര്യ ഷീലാകുമാരി എന്നിവരാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ 24-നാണ് സംഭവം. രാജേഷ് ശർമ്മയുടെ ആദ്യ വിവാഹത്തിലെ 11ഉം 6ഉം 5ഉം വയസ്സുള്ള 3 പെൺകുട്ടികളാണ് പീഡനത്തിനിരയായത്. ചട്ടുകം ചൂടാക്കി കാലിലും തുടയിലും പൊള്ളിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതിയിൽ പറയുന്നു. കുട്ടികളെ നിരന്തരം ഉപദ്രവിക്കുകയും ആവശ്യമായ ഭക്ഷണം നൽകാതിരിക്കുകയും ചെയ്തിരുന്നു. കത്തി ചൂടാക്കി ശരീരത്തിൽ പൊള്ളിച്ചതായും പോലീസ് വ്യക്തമാക്കി. കാവനൂർ തോട്ടിലങ്ങാടി സുന്നിപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. പെൺകുട്ടികൾ പീഡനത്തിനിരയാകുന്നതായി കാട്ടി പ്രദേശവാസി മുജീബ് റഹ്മാൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അരീക്കോട് പോലീസ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. തിരൂർ ബിവറേജസിന് മുന്നിൽ അതിഥി തൊഴിലാളിയെ കുപ്പികൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതിപിടിയിലായി. എടരിക്കോട് സ്വദേശി ഷമീറിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്കിടെ പ്രതി ആശുപത്രിയിൽ വെച്ച് സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു. തിരൂർ KG പടിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം അതിഥി തൊഴിലാളിയെ കുപ്പികൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എടരിക്കോട് ചുടലപ്പാറ സ്വദേശി സൈമൺ എന്ന് വിളിക്കുന്ന ഷമീറാണ് പിടിയിലായത്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തുന്നതിനിടെ ആശുപത്രിയിലെ കത്രിക ഉപയോഗിച്ച് പ്രതി സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഷമീറിനെ റിമാൻഡ് ചെയ്തു. 2 ദിവസം മുമ്പാണ് തിരൂർ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം സംഭവമുണ്ടായത്. മദ്യക്കുപ്പി കൊണ്ട് തലക്കടിയേറ്റ അതിഥി തൊഴിലാളി ഗുരുതരമായ പരിക്കോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 തിരൂർ. കൊണ്ടോട്ടിയിൽ MDMA കേസിന്റെ തുടരന്വേഷണത്തിൽ ഒരാൾ കൂടി പിടിയിലായി. ബംഗളൂരുവിൽ നിന്ന് അസം സ്വദേശി ധാരിഷ് കുട്ടുവിനെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 2 കിലോ MDMA പിടിച്ചെടുത്തു. ഡിസംബർ 12-നാണ് തേഞ്ഞിപ്പലം പെരുവള്ളൂർ കാക്കത്തടത്തിൽ 240 ഗ്രാം MDMA-യുമായി 4 പേരെ പോലീസ് പിടികൂടിയത്. പിന്നാലെ 4 പേരും അറസ്റ്റിലായി. ഈ കേസിന്റെ തുടരന്വേഷണത്തിലാണ് അസം സ്വദേശിയായ ധാരിഷ് കൂട്ടും പിടിയിലായത്. ബംഗളൂരു വെച്ച് അതിസാഹസികമായാണ് ഇയാളെ പിടികൂടിയത്. ഇയാളിൽ നിന്നും 2 കിലോ MDMA-യും പിടിച്ചെടുത്തു. സംസ്ഥാനത്തേക്ക് ലഹരി എത്തിക്കുന്ന പ്രധാനിയാണ് പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കുട്ടികളെ മറയാക്കി കാറിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് ശേഖരം പിടികൂടി. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിന് ലഹരിക്കടത്ത് മാഫിയകളുമായി ദീർഘകാലത്തെ ഇടപാടുകൾ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ. വലിയ വേളി സ്വദേശികളായ കാർലോസ്, ഭാര്യ ബിന്ദു, ദമയന്തി എന്നിവരെയാണ് 21.5 കിലോ കഞ്ചാവുമായി സിറ്റി ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ദമയന്തിയുടെ മകളാണ് ബിന്ദു. കാറിൽ ഇവരുടെ 3 കുട്ടികളും ഉണ്ടായിരുന്നു. വെങ്ങാനൂർ നെല്ലിവിള ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് സംഘം പിടിയായത്. തമിഴ്നാട്ടിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. കാർലോസിനെ മുമ്പ് കഞ്ചാവുമായി എക്സൈസും ബിന്ദുവിന് 2 മാസം മുമ്പ് ഡാൻസ് ഓഫും പിടികൂടിയിരുന്നു. വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലുമാണ് പ്രധാന വിതരണം. ഇവർക്ക് ലഹരി മരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ മറ്റ് പ്രധാനികളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിടികൂടിയ പ്രതികളെ വിഴിഞ്ഞം പോലീസിന് കൈമാറി. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി.
ന്യൂസ് 18 തിരുവനന്തപുരം. മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യാജ സന്ദേശത്തിലൂടെ തിരുവനന്തപുരം കിളിമാനൂരിൽ വസ്ത്രവ്യാപാരിക്ക് നഷ്ടമായത് ലക്ഷങ്ങളാണ്. വാഹനത്തിന് പിഴയുണ്ടെന്ന വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത കിളിമാനൂർ സ്വദേശി മുഹമ്മദ് അനസിന്റെ അക്കൗണ്ടിൽ നിന്ന് 15,59,383 രൂപയാണ് ഈ സംഘം കവർന്നത്. സിം കാർഡ് പോർട്ട് ചെയ്ത് നടത്തിയ നൂതനമായ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ കാണാം ഇനി പോലീസ് പട്രോൾ. കിളിമാനൂർ സ്വദേശിയായ വസ്ത്രവ്യാപാരി മുഹമ്മദ് അനസാണ് സൈബർ ചതിക്കുഴിയിൽ വീണത്. ഫെബ്രുവരി ആദ്യവാരമാണ് തട്ടിപ്പിന്റെ തുടക്കം. വാട്സാപ്പിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ സന്ദേശം വന്നു. വാഹനത്തിന് 3 പിഴയുണ്ടെന്നും ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഫൈൻ ഒഴിവാക്കാമെന്നുമായിരുന്നു സന്ദേശം. പിഴയുള്ളതിനാൽ അനസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ കയറി വാഹന നമ്പർ രേഖപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതിനിടെ അനസിന്റെ ഫോൺ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തിയിരുന്നു. ഫെബ്രുവരി 7-ന് ബിസിനസ് ആവശ്യത്തിനായി അനസ് വിദേശത്തേക്ക് പോയി. അവിടെ വച്ച തന്റെ 2 സിം കാർഡുകളുടെയും സിഗ്നൽ നഷ്ടപ്പെട്ടു. നാട്ടിൽ തിരിച്ചെത്തി സിം കാർഡിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അനസ് അറിയാതെ അദ്ദേഹത്തിന്റെ ജിയോ നമ്പർ മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യപ്പെട്ടു. ജിയോ നമ്പർ പോർട്ട് ചെയ്തതോടെ ആ നമ്പറുമായി ബന്ധിപ്പിച്ച കനറ ബാങ്ക് അക്കൗണ്ട് തട്ടിപ്പുകാർ കൈക്കലാക്കി. വിവിധ ദിവസങ്ങളിലായി 15,59,383 രൂപ നഷ്ടപ്പെട്ടു. സൈബർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഞാൻ ഇത് മൊബൈൽ കടയിൽ ജിയോയുടെ ഓഫീസിൽ പോയപ്പോൾ അവർ പറയുന്നു ഇത് പോർട്ട് ചെയ്ത് എയർടെല്ലിലേക്ക് മാറി എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ എനിക്ക് പരിചയമുള്ളൊരു മൊബൈൽ കടക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് ബാങ്കുമായി ബന്ധപ്പെടാൻ പറഞ്ഞു. ബാങ്കിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ ആ ജിയോ നമ്പറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടിൽ നിന്നും 15,60,000 രൂപ 7-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെ, അതിൽ പ്രധാനമായിട്ടും 11-ാം തീയതി 6.25 ലക്ഷം രൂപ ഫോൺ പേ വഴി, പ്രധാനമായിട്ട് ഫോൺ പേ വഴി ആണ് പല അക്കൗണ്ടുകളിലായിട്ട് പിൻവലിച്ചിരിക്കുന്നു. സിം കാർഡ് പോർട്ട് ചെയ്യുന്നതിൽ മൊബൈൽ കമ്പനി ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജിയോ എൻ്റെ അഡ്രസ്സിലെടുത്ത ഫോൺ ജിയോ ഫോയുടെ സിം ഞാൻ അറിയാതെ എൻ്റെ ഫേസ് ഡിറ്റക്ട് ചെയ്യാതെ എങ്ങനെ മറ്റൊരാൾക്ക് പോർട്ട് ചെയ്ത് എയർടെല്ലിലേക്ക് പോകാൻ പറ്റും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയണം. കാര്യം എൻ്റെ ഫോൺ ഇത് OTP വഴിയല്ല ഇവരിത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫോണിൻ്റെ സിമ്മ് പോർട്ട് ചെയ്ത് എൻ്റെ കയ്യിൽ കിടന്ന സിമ്മ് പോർട്ട് ചെയ്താണ് ഇവർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം എരുമേലിയിൽ വൻ കുഴൽപ്പണ വേട്ട. ബംഗളൂരുവിൽ നിന്ന് വന്ന KSRTC ബസ്സിൽ യാത്ര ചെയ്ത എരുമേലി സ്വദേശി ഷുക്കൂറിന്റെ കയ്യിൽ നിന്നാണ് രേഖകളില്ലാത്ത പണം പിടികൂടിയത്. 60 ലക്ഷം രൂപയുടെ ഇന്ത്യൻ കറൻസിയും 11 ലക്ഷം രൂപയുടെ മലേഷ്യൻ കറൻസിയുമാണ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. ബാംഗ്ലൂരിൽ നിന്നുള്ള KSRTC ബസ്സിൽ കുഴൽപ്പണം കൊണ്ടുവരുന്നു എന്നായിരുന്നു വിവരം. എരുമേലി SHO ബിജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ലക്ഷങ്ങളുടെ നോട്ടുകൾ. 60 ലക്ഷം രൂപയുടെ ഇന്ത്യൻ നോട്ടുകളാണ് കണ്ടെത്തിയത്. 500 രൂപയുടെ 121 കെട്ടും 200-ന്റെ 1 കെട്ടുമാണ് പിടികൂടിയത്. ഇതുകൂടാതെ 11 ലക്ഷം രൂപ വില വരുന്ന മലേഷ്യൻ കറൻസിയും പോലീസ് പിടികൂടി. എരുമേലി സ്വദേശിയായ വ്യാപാരി ഷുക്കൂറിൽ നിന്നാണ് പോലീസ് പണം പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്നും വാഹനം വാങ്ങാനായി കൊണ്ടുപോയ പണമാണിതെന്നാണ് ഇയാളുടെ മൊഴി. ശബരിമല തീർത്ഥാടകരിൽ നിന്നും സമാഹരിച്ചതാണ് മലേഷ്യൻ കറൻസികൾ എന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. സംഭവത്തെക്കുറിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധന നടത്തുന്നുണ്ട്. ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് ബേപ്പൂരിൽ വീടിന്റെ ഓടിളക്കി അകത്തു കടന്ന മോഷ്ടാവ് വീട്ടമ്മയുടെ മാല കവർന്നു. അരക്കിണർ സ്വദേശി ഷെർലിയുടെ 1.25 പവൻ സ്വർണ്ണമാലയാണ് കവർന്നത്.
തൊട്ടടുത്ത വീട്ടിലെ ബെഡ്ഷീറ്റ് കയറായി ഉപയോഗിച്ച് വീടിനുള്ളിലേക്ക് ഇറങ്ങിയാണ് മോഷ്ടാവ് മാല കവർന്നത്. സിനിമയെ വെല്ലുന്ന ആസൂത്രണത്തോടെയായിരുന്നു അരക്കിണർ നെല്ലിശ്ശേരി ഷെർലിയുടെ വീട്ടിൽ മോഷണം നടന്നത്. ഇന്നലെ രാത്രി 2 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ ഓടിളക്കി അകത്ത് കയറിയ മോഷ്ടാവ് ഉറങ്ങിക്കിടന്ന ഷെർലിയുടെ കഴുത്തിൽ നിന്നും 1.25 പവന്റെ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു മോഷ്ടാവെത്തിയത്. തൊട്ടടുത്ത വീട്ടിൽ നിന്നും കോണിയെടുത്തു മാറ്റി ഷെർലിയുടെ വീടിന് മുകളിൽ കയറി. ആദ്യം അടുക്കള ഭാഗത്തെ ഓടുകൾ മാറ്റിയെങ്കിലും അകത്തിറങ്ങാൻ കഴിയില്ലെന്ന് ബോധ്യമായതോടെ വീണ്ടും മുകളിൽ കയറി കിടപ്പ് മുറിക്ക് മുകളിലെ ഓടുകൾ നീക്കം ചെയ്തു. തുടർന്ന് സമീപത്തെ വീട്ടിനിട്ടിരുന്ന ബെഡ്ഷീറ്റ് കൈക്കലാക്കി അതുപയോഗിച്ചാണ് മോഷ്ടാവ് റൂമിനുള്ളിലേക്ക് ഇറങ്ങിയത്. മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ വേദന അനുഭവപ്പെട്ട് ഷെർലി ഉണർന്നപ്പോഴേക്കും മോഷ്ടാവ് ഇതേ വഴിയിലൂടെ തന്നെ രക്ഷപ്പെട്ടിരുന്നു. ഒരു 2:15-2:30 ആയിട്ടുണ്ടാവും. അപ്പം ചെയിൻ ഇങ്ങനെ വലിക്കുമ്പോൾ കഴുത്തിനിടെ വേദന വന്നപ്പോൾ ഞാൻ മോനെ വിളിച്ച, മോനെ കള്ളം വന്നിട്ട് നമ്മുടെ ചെയിന് കൊണ്ടുപോയിന്ന്. അപ്പം തന്നെ ഞാനും കൊട്ടിയും ചാടിയപ്പോൾ അയാൾ വാതിൽ തുറന്ന് ഓടിക്കളഞ്ഞു. അപ്പം മോനെ ഓടാൻ നേരത്തെ ഞാൻ പറഞ്ഞു, മോനോട് ഓടണ്ട, അവിടെ അടുത്തെന്തെങ്കിലും ഉണ്ടാവും എന്നിട്ട് മോനെ ഞാൻ പിടിച്ചു വെച്ചതാ. ഒരു 2:15-2:30 ഉള്ളിലാ സംഭവം. ആള് ഓട് പൊളിച്ചിട്ട് ബെഡ്ഷീറ്റ് കെട്ടിയിട്ട് ആള് പുറത്ത് ഇറങ്ങിയത്, റൂമിലേക്ക് ഇറങ്ങിയത്. ഉടൻ തന്നെ ബേപ്പൂർ പോലീസിൽ വിവരമറിയിച്ചു. സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡും ബേപ്പൂർ പോലീസും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. വീടിന് തൊട്ടടുത്ത റെയിൽവേ ട്രാക്ക് ഉള്ളതിനാൽ മോഷ്ടാവ് ഇതുവഴി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടി. നാൽത്തടുക്ക് സ്വദേശിനി ജസീല എന്തിന് ആത്മഹത്യ ചെയ്തു എന്നതിൽ കരുതലോടുകൂടിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ സംഭവത്തിൽ ആരോപണ വിധേയനായ ഒരു യുവാവ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. മോഷണക്കുറ്റം ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയതിന്റെ മനോവിഷമത്തിൽ ആലമ്പാടി നാൽത്തടുക്കയിലെ ജസീല ജീവനൊടുക്കിയ കേസിന്റെ അന്വേഷണത്തിൽ അതീവ ജാഗ്രതയോടെ അന്വേഷണ സംഘം. നാടിനെ നടുക്കിയ ആത്മഹത്യാ സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുവരികയും മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കരുതലോടെയുള്ള അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് നിയമോപദേശം തേടി. ഇതിന് ലഭിച്ച മറുപടിയുടെ ബലത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ആദൂർ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ യുവതി നൽകിയ മൊഴിപ്പകർപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സ നൽകിയതിന്റെ രേഖകൾ, ചികിത്സ നൽകിയ ഡോക്ടർമാരുടെ മൊഴി എന്നിവയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എലിവിഷം വാങ്ങിയ കട കണ്ടെത്തുകയും ഉടമയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ആലമ്പാടി നാൽത്തടുക്കയിലെ ജസീല കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഇന്ദിരാനഗറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ മരണപ്പെട്ടത്. ഫെബ്രുവരി 15-നാണ് വിഷം കഴിച്ചത്. ഭർത്തൃവീട്ടിന് സമീപത്തുള്ള വീട്ടിൽ നിന്ന് 9.5 പവൻ സ്വർണം മോഷണം പോയതായി പറയുന്നു. ഇതിനു പിന്നിൽ ജസീലയാണെന്ന് കാണിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതിനുശേഷം യുവതിയെ ഭർത്തൃവീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചതായും പരാതിയുണ്ട്. ഇതോടെയാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വിശദമാക്കുന്ന വീഡിയോ വാട്സാപ്പിലൂടെ പങ്കുവച്ച ശേഷം ജസീല എലിവഷം കഴിച്ച് ജീവനൊടുക്കിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു യുവാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. എന്നാൽ അതാരാണെന്ന് വ്യക്തമാക്കാൻ പോലീസ് വിസമ്മതിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് കമിതാക്കളുടെ നഗ്നദൃശ്യം പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയെ പിടികൂടുന്നതിനിടയിൽ വനിതാ പോലീസ് ഓഫീസറുടെ കൈവിരൽ ഒടിച്ച് രക്ഷപ്പെട്ട പ്രതി പിടിയിലായി. ഹൊസബെട്ടോവിലെ മൊയ്നുദ്ദീൻ സമായയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്.
യുവതിയെയും യുവാവിനെയും ഒരുമിച്ചിരുത്തി നഗ്ന ദൃശ്യം പകർത്തി പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനിടെയായിരുന്നു നാടകീയ സംഭവങ്ങൾ. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ കൈവിരലൊടിച്ച് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് മംഗളൂരുവിലെ കൊപ്പള പച്ചക്കറി മാർക്കറ്റിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഹൊസബെട്ടുവിലെ മൊയ്നുദ്ദീൻ സമായിയെയാണ് അറസ്റ്റിലായത്. വലത് കൈയിലെ ചൂണ്ടുവിരലിന്റെ എല്ലുപൊട്ടിയ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വന്ദന ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ജനുവരി 14 ഉച്ചയ്ക്ക് 12 മണിക്ക് ഒസങ്കടിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഉള്ളാൾ താലൂക്കിലെ കൈരംകള സ്വദേശി മുഹമ്മദ് അനീഫ്, പെൺസുഹൃത്ത് ദക്ഷിണ കന്നഡ സ്വദേശിയായ 30-കാരി എന്നിവരാണ് ആക്രമണത്തിന് ഇരയായത്. ഇരുവരുമുണ്ടായിരുന്ന മുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ മൊയ്നുദ്ദീൻ ഉൾപ്പെടുന്ന സംഘം യുവാവിനെയും പെൺസുഹൃത്തിനെയും ഒരുമിച്ചിരുത്തി നഗ്ന ഫോട്ടോകളും വീഡിയോകളും പകർത്തിയെന്നാണ് പരാതി. തുടർന്ന് 2 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പണം നൽകിയില്ലെങ്കിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം 5000 രൂപയും മൊബൈൽ ഫോണുമായി സംഘം കടന്നു കളയുകയായിരുന്നു. തുടർന്ന് യുവാവും യുവതിയും പോലീസിൽ പരാതി നൽകി. പ്രതികളുണ്ടെന്ന വിവരത്തെ തുടർന്ന് മംഗളൂരുവിലെത്തി പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെ കൈവിരലൊടിച്ച് മൊയ്നുദ്ദീൻ സമാൻ രക്ഷപ്പെട്ടത്. കൂട്ടുപ്രതികളായ മഞ്ചേശ്വരം പിടാരുമൂലയിലെ ഹാരിസ്, ബഡാജെ കജൂർ മാലിയിലെ TK മുഹമ്മദ് ഫൈസർ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളക്കുറവിനെ കുറിച്ചാണ് നമ്മൾ പോലീസ് പെട്രോൾ തുടങ്ങിയപ്പോൾ പറഞ്ഞത്. പീഡിപ്പിക്കാനും പരിക്കേൽപ്പിക്കാനും മാത്രമല്ല, വേണമെങ്കിൽ സ്വന്തം ചോരയെ കൊല്ലാനും ഇക്കാലത്ത് പലർക്കും മടിയില്ല. ഡൽഹിയിൽ ഗർഭിണിയായ ഭാര്യയെയും 3 പെൺകുട്ടികളെയും നിഷ്ഠൂരമായി കഴുത്തറുത്ത് കൊന്ന ശേഷമാണ് ആ യുവാവ് സ്ഥലം വിട്ടത്. കാരണമറിയുമ്പോൾ അവിശ്വസനീയമായി തോന്നും. ആൺകുട്ടി വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണത്രേ 3, 4, 5 എന്നിങ്ങനെ വയസ്സുള്ള പിഞ്ചോമനകളെ, ആ പെൺകുട്ടികളെ അയാൾ കൊന്നുകളഞ്ഞത്. പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.